ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നിറം വെക്കാനും പിന്നെ അതുപോലെ തന്നെ മുഖക്കുരുവിനും ഒക്കെ നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, ബേസൻ പൗഡർ. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂണാണ് കടലമാവ് ചേർക്കുന്നത്. ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കടലമാവ് ചേർക്കുന്നത്. ഈ കടലമാവ് നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും എല്ലാത്തിനും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ അടുത്തതായിട്ട് ഞാനിതിൽ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന കസ്തൂരി മഞ്ഞളാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂണ് കടലമാവിന് 1 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ്. അപ്പോൾ അതോടെ നമുക്കൊരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ 2 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് യോഗർട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ റോസ് വാട്ടറൊക്കെ ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ തൈരൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് റോസ് വാട്ടർ ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ അവളിൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ആഫ്റ്റർ ഡെലിവറിൻ്റെ ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് കറുപ്പ് നിറം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ ഒരു പാക്കാണ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നന്നായിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. നമ്മുടെ പണ്ട് തൊട്ട് നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ചെയ്തു വന്നിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടും ഏതൊരു ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യാതൊരു അലർജിയോ അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ ചേർത്തുകൊണ്ട് തന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ചെറിയൊരു നീറ്റൽ പോലൊക്കെ തോന്നും. പക്ഷെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്കൊരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മളൊരു വീക്കിലി 2 ടൈംസ് ചെയ്താൽ മതി. അത്രേ വേണ്ടുള്ളൂ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനൊക്കെ നല്ല ഒരു റെമഡിയാണ് കേട്ടോ അത്. അപ്പോൾ അതുള്ളവർക്കും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികം സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരു വലിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ചുളിവ് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുക. ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം. കൈ വെച്ചിട്ട് ഇതുപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. ഇതുപോലെ നോട്ട്സിൻ്റെ അവിടെ ഒക്കെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്, ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളത്തിൽ, നോർമൽ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എയർ ടൈറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിടിലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.